പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബോംബെയിൽ വെച്ച് വലിയൊരു ബിസിനസ്സുകാരൻ കാണാൻ വന്നു. ഇന്ത്യയിലെങ്ങും അയാൾക്ക് കമ്പനികളുണ്ട്. പരമ്പരാഗത കുടുംബമാണ്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനവുമുണ്ട്. ആയിരക്കണക്കിന് തൊഴിലാളികൾ, സമ്പത്ത് എല്ലാമുണ്ട്. ഒരു കുറവ് മാത്രം. എൻ്റെ മകൾ ഇനിയും കോളേജിൽ പോലും എത്തിയിട്ടില്ല. ബോയ് ഫ്രണ്ട് എന്ന പേരിൽ പല യുവാക്കളോടൊപ്പം ചുറ്റിത്തിരിയുന്നു. ഡിസ്കോ, പോപ്പ് മ്യൂസിക്, ഹോട്ടലുകൾ എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും. അസമയത്താണ് പലപ്പോഴും വീട്ടിലെത്തുന്നത്. പറയാൻ തന്നെ നാണം തോന്നുന്നു. 2 തവണ നഴ്സിംഗ് ഹോമിൽ പോയി ഗർഭഛിദ്രവും നടത്തേണ്ടി വന്നു. കല്യാണം കഴിഞ്ഞാൽ നേരെയാവുമെന്ന് കരുതി വിവാഹം കഴിപ്പിച്ചു. മധുവിധുവിനായി വിദേശങ്ങളിലെല്ലാം പോയി തിരിച്ചു വന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം പോലും തികയും മുമ്പ് വീണ്ടും അവൾ തൻ്റെ ബോയ് ഫ്രണ്ട്സുമായി ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വിവാഹബന്ധം തന്നെ മുറിഞ്ഞു പോകുമെന്ന നിലയിലാണിപ്പോൾ. ഇത്രയുമായപ്പോഴേക്കും അദ്ദേഹം കരഞ്ഞു തുടങ്ങി. ആ പെൺകുട്ടിയെ വിളിച്ച് വളരെ നേരം സംസാരിച്ചു. ഈ അടുത്ത ദിവസം ആ പിതാവ് വീണ്ടും കാണാൻ വന്നു. തൻ്റെ മകൾ ഭർത്താവിനോടൊപ്പം സന്തോഷമായി കഴിയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വഴിതെറ്റി നടക്കുന്ന പെൺകുട്ടികൾ ലക്ഷത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം ചാരിത്രശുദ്ധി എന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രാണന് തുല്യമാണ്. മറ്റൊരു സംഗതി ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കൂ. നമ്മുടെ നാട്ടിൽ എത്ര ദമ്പതികൾ സന്തോഷകരമായി ജീവിക്കുന്നു എന്ന്. കുട്ടികളെ ഓർത്താണ് പല്ല് കടിച്ച് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ കാണുന്നതേ പാപമാണെന്ന് കരുതി താലി പൊട്ടിച്ചെറിഞ്ഞ് കടന്നുപോയേനെ എന്നൊക്കെ തൻ്റെ അതൃപ്തി തുറന്നു കാട്ടുന്ന എത്രയോ ദമ്പതികളുണ്ട്. 3 തവണ വിളവെടുക്കുന്ന നിലം പോലെ വളക്കൂറുള്ള ദാമ്പത്യ ജീവിതം കട്ട വിള്ളുന്നതുപോലെ വിണ്ടു വരണ്ടു പോകുന്നത് എന്തുകൊണ്ട്? യുദ്ധഭൂമിയിൽ കഴിയുന്നത് പോലെ മാതാപിതാക്കളുടെ ലഹളകൾ കണ്ട് വളരുന്ന കുട്ടികളുടെ സ്ഥിതിയോ? പൂമ്പാറ്റകളും പറവകളും പറന്നു നടക്കുന്ന പൂന്തോട്ടമായി കുടുംബം മാറ്റുന്നതെങ്ങനെ? അരുവിയുടെ തീരത്തുള്ള ശാന്തിയെ ഗൃഹത്തിനുള്ളിലെത്തിക്കുന്നത് എങ്ങനെ? ഇതിൻ്റെയെല്ലാം അടിസ്ഥാനം ഒരു സത്യത്തിൽ മറഞ്ഞു കിടക്കുന്നു. എന്താണ് ആ സത്യം? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഇതൊന്നുമില്ലാത്ത ദമ്പതികൾ ആരും ഉണ്ടാവില്ല എന്നു നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെയുണ്ടായാലും സന്തോഷമായി കഴിയാൻ നാം പരിശീലിക്കണം. പ്രശ്നങ്ങളുണ്ടായാൽ അവ പെരുപ്പിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് ദുഃഖമുണ്ടാക്കുന്നില്ല. നാം അവയെ നോക്കിക്കാണുന്ന രീതിയാണ് നമുക്ക് ക്ലേശമുണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് റോളർ കോസ്റ്ററിൽ ചുറ്റുമ്പോൾ സന്തോഷമാണ്, ത്രില്ലാണ്. മറ്റൊരാൾക്ക് ജയന്റ് വീലിൽ ചുറ്റിയാൽ മരണഭയം അടിവയറിനെ കലക്കുന്നു. ദാമ്പത്യബന്ധം നന്നാവാൻ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നീ കാരണമാണിതുണ്ടായത് എന്ന് ഭാര്യയുടെ മേൽ പഴിചാരരുത്. കാരണം പ്രശ്നങ്ങളുണ്ടാകാനുള്ള കുറ്റം നിങ്ങൾ സ്വയം ഏൽക്കുന്ന പക്ഷം അത് തീർക്കാനുള്ള ശ്രമവും നിങ്ങൾ തന്നെ ഏറ്റെടുക്കും. ഈ മനോഭാവത്തോടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കതിനുള്ള ശക്തിയും കൈവരും. ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം ബലഹീനമാക്കുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്: വിവാദം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന് അടിസ്ഥാനം സ്നേഹമാണ്. വിവാദം എന്നാൽ തർക്കിക്കാനുള്ള അറിവ് എന്നർത്ഥം. സ്നേഹം വേണ്ട സ്ഥലത്ത് അറിവ് കടന്നു വരുന്നത് തന്നെ തെറ്റാണ്. ആലോചിച്ചു നോക്കൂ. ഭാര്യാഭർത്താക്കന്മാർ കലഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭാര്യ ചെയ്തതാണ് തെറ്റ് എന്ന് പല ഉദാഹരണങ്ങൾ എടുത്തെടുത്തു പറഞ്ഞ് ഭർത്താവ് തർക്കിക്കുന്നു.
ഭാര്യയും തൻ്റെ അറിവ് മുഴുവൻ പ്രയോജനപ്പെടുത്തി എതിർവാദം നടത്തുന്നു. ഒരു നഗരത്തിൽ പ്രശസ്തനായ ഒരു വക്കീലുണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ മുതലാളിയും തൊഴിലാളികളും തമ്മിൽ ഒരു പ്രശ്നം. കേസ് കോടതിയിലെത്തി. നമ്മുടെ വക്കീൽ എഴുന്നേറ്റ് വാദം തുടങ്ങി. തൊഴിലാളികളുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ, നിയമപുസ്തകങ്ങളും സുപ്രീം കോടതി വിധികളുമൊക്കെ ഉദ്ധരിച്ച് വാദിച്ചു. വാദം കഴിഞ്ഞ് കസേരയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ജൂനിയർ വക്കീൽ അമ്പരപ്പോടെ ഓടിവന്നു. കാരണം തൻ്റെ സീനിയർ വക്കീൽ വാദിക്കേണ്ടിയിരുന്നത് മുതലാളിക്ക് വേണ്ടിയായിരുന്നു. വാദിച്ചതാകട്ടെ തൊഴിലാളികൾക്കു വേണ്ടിയും. ജൂനിയർ സീനിയർ വക്കീലിൻ്റെ ചെവിയിൽ സ്വകാര്യമായി സംഗതി ധരിപ്പിച്ചു. നിമിഷത്തിനിടയിൽ സീനിയർ വക്കീൽ സമനില വീണ്ടെടുത്ത് ജഡ്ജിയെ നോക്കി പറഞ്ഞുവത്രേ, തൊഴിലാളികൾക്കായി വാദിക്കുന്ന വക്കീൽ ഇങ്ങനെയൊക്കെ വാദിച്ചേക്കാം, എന്നാൽ ആ വാദം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ എന്നാരംഭിച്ച് അദ്ദേഹം തർക്കരീതിയിൽ മുതലാളിമാർക്കു വേണ്ടി വാദിച്ച് കേസ് ജയിച്ചു. അറിവിനെ ആധാരമാക്കി വാദിക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വാദിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തീർക്കാൻ വാദപ്രതിവാദം പ്രയോജനപ്പെടില്ല, പ്രശ്നത്തെ വലുതാക്കുകയേയുള്ളൂ. അതിനാൽ ഭാര്യാഭർത്താക്കന്മാരോട് ഒരിക്കൽ കൂടി പറയട്ടെ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ പ്രശ്നത്തിന് കാരണം ഞാൻ തന്നെയെന്ന് സ്വയം അതിൻ്റെ കുറ്റം ഏറ്റെടുത്ത് പ്രശ്നം തീർക്കാൻ ശ്രമിക്കണം. പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.